പിന്നെ ഞാൻ കുഞ്ഞാവേനെ കണ്ട് കല കുമ്പിട്ട് കിടക്കേനു. പ്രഗ്നൻസി ലേഡീസിന് പേടിയുള്ള ടെസ്റ്റാണത്. എന്തായാലും ഒരുപാട് സന്തോഷം. മോനെ കാണിക്കണം തന്നെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഏകദേശം എത്ര മാസമായി, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏകദേശം ഇപ്പം എത്ര മാസമായിടാ? 6th month. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ആദ്യം സ്കാനിങ്ങിന് പോകണം. 5ാം മാസത്തെ സ്കാനിങ് ഉണ്ടായിരുന്നല്ലേ കുഞ്ഞിക്ക്? ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു ചെറിയ പ്രശ്നം പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ കിഡ്നിയിലൊരു ചെറിയ നീർക്കെട്ട് പോലെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഇന്നിപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് സ്കാനിങ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൻ ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് നേരെ തന്നെ കൊയിലാണ്ടിയിലേക്ക് ഒരു സ്കാനിങ് സെൻറ്ററിലാണ് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആദ്യം പോയി സ്കാൻ ചെയ്യാം, എന്നിട്ട് എന്താണ് അവസ്ഥ നോക്കാം. ഇത് നീ എങ്ങോട്ടാ പോകുന്നത്? സ്കാനിങ്ങിന് തന്നെയല്ലേ? അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഈ സൺലൈറ്റ് അടിച്ച തല വേദനിക്കും, അതിനാണ് കണ്ണട. പിന്നെ തല ഇപ്പം കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ വെയിലടിച്ചാൽ അതിന് വേണ്ടിയാണ് തൊപ്പി. പിന്നെ ഈ കയ്യിലൊക്കെ വെയിലടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പുതപ്പും. നമ്മളാ കോലം നോക്കേണ്ട ആവശ്യം. നമ്മൾ നല്ല ടെൻഷനിലാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ തവണ സ്കാനിങ്ങിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് അടുത്ത സ്കാനിങ്ങിലേക്ക് റെഡിയാവും. ഈ സ്കാനിങ്ങിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് റെഡിയാവുന്നുള്ള പ്രതീക്ഷയിൽ ഫുൾ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ആദ്യം അവിടെ പോയിട്ട് അത് അറിയാം. ലാബിൽ എത്തിയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു പേഷ്യൻ്റ് ഉള്ളിൽ കയറിയിരുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഭാവിക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു. പുറത്തുള്ളൊരു ആയുർവേദ ഹോട്ടലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ നല്ല ആയുർവേദിക് ഫുഡായിരുന്നു. അവിടെ പോയിട്ട് നെയ്ച്ചോറും ചപ്പാത്തിയും അവിടുത്തെ വെജ് കറിയൊക്കെ കൊണ്ടുവന്നു. അവർക്ക് ഏതാ ഇഷ്ടം ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം ഒരു ഓപ്ഷൻ പോലെ കൊണ്ടുവന്ന് കുറച്ച് നെയ്ച്ചോറൊക്കെ ഹാഫേ വാങ്ങിയിട്ടുള്ളൂ. നെയ്ച്ചോറ് ആൾ കഴിച്ചിട്ടില്ല. പക്ഷെ ചപ്പാത്തിയും ഒരു പച്ചക്കറിയും കഴിച്ചു. അത് ഇഷ്ടമായി. അത് കഴിച്ചു. ആ സ്മെല്ലൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ഈ സമയത്ത് എല്ലാ ടേസ്റ്റും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത്. അതൊക്കെ നല്ല രീതിയിൽ വിശന്നു പോയിരുന്നു. നമ്മൾ ഏകദേശം ആൾ കയറിയപ്പം കുറച്ച് ടൈം എടുത്തിരുന്നു. അതുകൊണ്ട് പോയി കഴിച്ചത്. പിന്നെ പുറത്ത് പോയി കഴിക്കാൻ ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ അകത്ത് കയറണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഉള്ള ഒരു ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് അവർ തന്നെ ഉണ്ടാക്കി തന്നു. ബാക്കി വന്ന ഫുഡ് ഞാനും കഴിച്ചു. അതുപോലെ തന്നെ അപ്പോൾ ആണ് ആക്കൊരു സമാധാനം ആയത് സത്യം പറഞ്ഞാൽ. ഓക്കെ, സ്കാനിങ്ങിൽ ഡോക്ടർ എന്താ പറഞ്ഞു? കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അത് കൂടുന്നൊന്നുമില്ല. പിന്നെ ഒന്നെങ്കിൽ ഡെലിവറിയോടെ റെഡിയാവും, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അതൊന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. കിഡ്നിയിൽ ഒരു ചെറിയ നീർക്കെട്ട്, അത്രയേ ഉള്ളൂ. അത് കൂടുന്നൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി വേറൊരു ടാസ്കും കൂടി ഉണ്ട്, വേറൊരു ടെസ്റ്റും കൂടി ചെയ്യാൻ. അതാ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ്. അത് ഭയങ്കര ടെസ്റ്റാണ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഫുഡ് കഴിച്ചിരുന്നിട്ട്. പക്ഷെ അതിന്ന് ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു ദിവസം ചെയ്യണം. പിന്നെ ഞാൻ കുഞ്ഞാവേനെ കണ്ട് കല കുമ്പിട്ട് കിടക്കേനു. തല ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചത്. ഇങ്ങനെ ഉറക്കല്ല, കല തന്നെയായിരുന്നു. പക്ഷെ തല ഇങ്ങനെ കുമ്പിട്ട് കിടന്നിട്ട് ഇങ്ങനെ കമന്ന് കിടക്കൂല, അങ്ങനെ കിടക്കുമായിരുന്നു. മൂപ്പരും മുഖം കാണിച്ചു തന്നില്ല. കുഞ്ഞാവ മുഖം കാണിച്ചു തന്നില്ല. കുഞ്ഞാവ് കുമ്പിട്ട് അങ്ങനെ തന്നെ കിടന്നളഞ്ഞു. കഴിഞ്ഞ തവണ മുഖം കാണിച്ച് ചെറിയൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കും ആളിപ്പോൾ ചിലപ്പോൾ വിളിക്കുകയായിരിക്കുമെന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം കണ്ടു. ഇതിപ്പം ജസ്റ്റ് അത്ര വലിയ സ്കാൻ അല്ല, ജസ്റ്റ് അതൊന്ന് റിപ്പീറ്റ് ചെയ്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ വരാം. എന്നിട്ട് 6 മണി അല്ലെങ്കിൽ വലിയൊരു ടെസ്റ്റ്. എല്ലാ പ്രഗ്നൻസി ലേഡീസിനും പേടിയുള്ള ടെസ്റ്റാണത്. ഇന്നിപ്പോൾ വൊമിറ്റ് ചെയ്ത് പോകാൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു ദിവസം നമുക്ക് ഇതേ പ്രൊസീജിയർ പക്ഷെ മുൻമുട്ടലിലേക്ക് നമ്മൾ ചെയ്തോട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റിംഗ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഫാസ്റ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ടാണ് വൊമിറ്റ് ചെയ്തതെങ്കിൽ ഫാസ്റ്റിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മൾ അവിടെ വെക്കും.
എന്നിട്ട് അടുത്ത ദിവസം ഇനി ഗ്ലൂക്കോസ് കുടിച്ചിട്ട് വരാം, അങ്ങനത്തെ രീതിയിൽ. അങ്ങനെ അത്രയും സമയത്തിലാവും. അതൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 വന്ന് 6:30 ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗ്ലൂക്കോസ് കുടിക്കാൻ വേണ്ടി കൽപ്പിക്കും. അപ്പോൾ കുടിച്ച് കഴിയുന്നത് ഒരു 7 മണിക്കാണെങ്കിൽ 8 മണിക്ക് ബ്ലഡ് യൂറിൻ എടുക്കണം, 9 മണിക്ക് ബ്ലഡ് യൂറിൻ എടുക്കണം. ഈ 9 മണി വരെ വേറെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. തലചുറ്റെന്ന് വെച്ചാൽ വെള്ളം ഇപ്പോൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളം കുടിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. വോമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, വോമിറ്റിംഗ് ഉണ്ടോ ഇപ്പോൾ? വോമിറ്റ് ചെയ്ത് പോയാലാ പ്രശ്നം. എന്നുവെച്ചാൽ ആ ഗ്ലൂക്കോസ് പോയി, അപ്പം പിന്നെ ഇങ്ങനെ ചെയ്യാം, ആ ദിവസം ചെയ്യാൻ പറ്റില്ല, വേറൊരു ദിവസം ചെയ്യാം. നാളെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഒരു കാര്യം ചെയ്യും, നാളെ വരാൻ പറ്റാണ്ട് പെട്ടെന്ന് നേരത്തെ തന്നെ വന്നു. അതാകുമ്പോൾ ഒരു 9 മണിക്ക് ആകുമ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാം. നമുക്ക് നാളെ ചെയ്യാൻ വേണ്ടി വരാം, അപ്പം കാണാം. ആ ദിവസത്തിൻ്റെ പിറ്റേന്ന് നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ വയ്യായിരുന്നല്ലേ, ഇപ്പോൾ റെഡിയല്ല തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂറോളം ഫാസ്റ്റിങ് വേണ്ടുന്നതിന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 9 മണിക്ക് എത്തിയത്. പോയി തുടങ്ങി നോക്കാം, ആൾക്ക് പറ്റുമോ അറിയില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പകുതി വെച്ചിട്ട് നിന്ന് പോയാൽ നമ്മൾ പിന്നെയും നാളെ എടുക്കണം. അപ്പോൾ പ്രഗ്നൻസിയിൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു ടെസ്റ്റ് കൂടിയത്. ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു വാവേനോട് നമുക്ക് രാവിലെ പോയാലോ, അങ്ങനെയാണെങ്കിൽ ഒരു 6 മണിക്ക് പോയാൽ 9 മണിയാകുമ്പോഴേക്കും എത്താലോ, കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോൾ വാവ പറഞ്ഞു വേണ്ട, എനിക്ക് തലവേദന ആവും, ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അവിടെ എത്താൻ തന്നെ ഒരു 9:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ 12 മണിയാവും നമ്മൾ ഭക്ഷണം കഴിക്കുക. ആദ്യം ബ്ലഡ് എടുത്തു, എന്നിട്ട് യൂറിൻ എടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു ഗ്ലാസ് വെള്ളം ഗ്ലൂക്കോസ് തന്നു, അത് കുടിച്ചാൽ അതാണ് ഇനി ഒരു 3 മണിക്കൂറത്തേക്ക് നമ്മളെ വയറ്റിൽ ഉണ്ടാവേണ്ടത്. അത് ഛർദ്ദിച്ച് പോയാലാണ് നമ്മൾ പെട്ടുപോവുക, കാരണം ഇത് ചെയ്തൊക്കെ വേസ്റ്റ് ആവും. അപ്പം നമുക്ക് ഇനി അടുത്ത 2 ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ടൈം ചെയ്ത് തന്നിട്ടുണ്ട്, 10:50 11:50. അപ്പോൾ അവ ഏകദേശം ഒരു 12:10 ആവും ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണം കഴിക്കുക. കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, കിടന്നോ, ഒന്ന് ഉറങ്ങുമ്പോൾ ഒരു 10:40 ഞാൻ വിളിക്കാം. ഇവിടെ കാറിൽ വന്നിട്ട് ഇവിടെ കിടക്കുകയാണ്, എളുപ്പം തന്നെ ഒന്ന് സൈഡാണ്, വിചാരിച്ച പോലെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയേനു. എന്തായാലും നീ ഉറങ്ങ്. സുട്ടാ സമയമായി, ഇപ്പോൾ അടുത്തെടുക്കേ വായോ. 10:50 രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി പോയി. ആ 1 മണിക്കൂർ ആൾ നല്ലോണം കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ ആ സമയത്ത് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തു. രണ്ടാമത്തെ ബ്ലഡ് എടുത്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുവരെ. പക്ഷെ ഉള്ളിൽ ടെൻഷൻ, ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ ക്ഷീണം പിടിക്കുകയോ, കാരണം നമ്മൾ അത്രയും ചെയ്താൽ പിന്നെയും വേസ്റ്റ് ആവും. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ. ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് യൂറിൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഈ തവണ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് വെള്ളം തരുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഒരു വട്ടേ ഗ്ലൂക്കോസ് വെള്ളം തരുള്ളൂ. പിന്നെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു കയ്യിൽ 2 ഭാഗത്ത് സൂചി വെച്ചത്, 2 കയ്യിലായിട്ടായിരുന്നു സൂചി വെച്ചത്. നമ്മളത് കഴിഞ്ഞിട്ട് യൂറിന് ഒന്നും കൂടി കൊടുത്തു, രണ്ടാമത്തെ വട്ടം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാറിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാസ്കും കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു രണ്ടാമത്തേലും ഗ്ലൂക്കോസ് കുടിക്കണം, പക്ഷെ അത് വേണ്ടല്ലോ. ഞാനും വിചാരിച്ച് രണ്ടാമത്തേലും കുടിക്കേണ്ടി വരുന്നു, പക്ഷെ അത് വേണ്ട. ഇനി 11:50 വരെ, അതും കൂടി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. നീ ഒന്നും കൂടി ഉറങ്ങിക്കോ, ഓക്കെ? ഞാൻ വിളിക്കാം. ഇനി ഉറക്കാൻ പറ്റുമെന്ന് അറിയൂല, നേരത്തെ നല്ല ഉറക്കത്തിലേക്ക് പോകുമ്പോഴാണ് വിളിച്ചത്. ഓക്കെ, ഞാൻ ഇന്ന് നമ്മളെ ഡോക്ടർ കൊയിലാണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്, ബബിത് ഡോക്ടറെ കിട്ടുമോ, അപ്പോയിൻമെൻ്റ് ഇന്ന് കിട്ടുമോ നോക്കട്ടെ. പക്ഷേ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമോ? ശരിയല്ലേ, അത് ശരിയല്ലേ, അപ്പം നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റൂല. എപ്പോഴാ കിട്ടാൻ നോക്കിയിട്ട് വേണം. നീ ഒന്നും കൂടി ഉള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയി എന്തേ കഴിക്കാം. 3ാമത്തെ വട്ടം ബ്ലഡ് എടുക്കാൻ പോയപ്പോൾ ഒന്ന് സമാധാനം ആയല്ലോ 3ഉം. ഇനിയിപ്പം ഛർദ്ദിച്ചാലും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ നടുവിൽ ഛർദ്ദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. അങ്ങനെ 3ാമത്തെ വട്ടം ബ്ലഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറിൻ എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്ത് നമ്മൾ വേഗം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അവേ സമാധാനമായോ വീട്ടിലെത്തിയിട്ട്? പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു, വേഗം കഴിക്ക്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് ഭക്ഷണം സമാധാനത്തിൽ കഴിച്ചാൽ തിരക്കൊന്നുമില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് തന്നെ നമുക്ക് ബബിത ഡോക്ടറെ കാണിക്കാം കേട്ടോ, 1 മണിക്കൂർ കൊണ്ട് കിട്ടും. ഒരു 4 മണിയാകുമ്പോഴേക്കും ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറോടൊന്നും പറയണം, കാരണം ബബ്ലൂസിൻ്റെയോ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഡോക്ടറിൻ്റെ എത്തുന്നല്ലേ.
ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഞാൻ എല്ലാ പൊട്ടത്തരം ഡോക്ടറോട് പോയി ചോദിക്കും, ഇതങ്ങനെയാണോ അതിങ്ങനെയാണോ. ഡോക്ടർ എല്ലാ സമാധാനത്തിൽ കേട്ട് എനിക്ക് മറുപടി തരും. അങ്ങനെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിന്ന് കാണിക്കണം. പിന്നെ നമുക്കൊരു ടാസ്ക് വെച്ചാൽ ഇനി നമ്മളിപ്പോൾ കോഴിക്കോടാണ് കാണിക്കുന്നത്. അപ്പോൾ എവിടെ കാണിക്കണം എന്നുള്ള ഒരു ഡൗട്ടാണ്. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരും പലതാ പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കാർ പറഞ്ഞു എന്തായിരുന്നു ബേബി കാണിക്കാം, ബേബി ഉണ്ട്, മിംസ് ഉണ്ട്, പിന്നെ മാട്രിയ ഉണ്ട്, സ്റ്റാർ കെയർ ഉണ്ട്, പിന്നെ ബബ്ലൂസിനെ കാണിച്ച മലബാർ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഞങ്ങളൊക്കെ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കോഴിക്കോട് നിന്ന് പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പം ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ നമ്മളൊന്ന് സജസ്റ്റ് ചെയ്താൽ നമ്മളും നല്ലൊരു സ്ഥലത്ത് പോകുന്നതായിരിക്കും. എന്തായാലും ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കമൻ്റായിട്ടൊന്ന് പറയുക അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പം അതിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇത് വേണമെന്നല്ല, ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോന്നിനും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം കൺഫ്യൂഷനിലാണ്. ഒന്ന് സഹായിക്കുക. എന്തായാലും ഇനി 4 മണിക്ക് നമുക്ക് ഡോക്ടറെ പോയി കാണിക്കാം. അതും കൂടി കാണാം. അല്ല ഇയാളെങ്ങോട്ടാ? ആണോ? എന്തിന്? എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടറായിരുന്നു. പറ്റിയാൽ ഇയാളൊന്ന് കാണിച്ചു വെക്കണോ കാണിക്കണം. പേഷ്യൻസ് റൂമിന് അലൗഡ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആള് വന്ന് ലിപ്സ്റ്റിക് ഉണ്ടോ? നമ്മന്റെ പല്ലിൽ ലിപ്സ്റ്റിക് ഉണ്ട്. പോയാ? അപ്പോൾ നമ്മൾ 2 ഡെലിവറിയും ബബിത ഡോക്ടറെ അടുത്ത് തന്നെയാണ് നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഞാൻ എല്ലാ പൊട്ടത്തരും ഡോക്ടറോട് ചോദിക്കും ഡോക്ടറെ, പക്ഷെ അത് ക്ഷമയോടെ കേട്ട് എനിക്ക് മറുപടി പറഞ്ഞു തരും. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. മോനെ കാണിക്കണം തന്നെ, പക്ഷെ അവനെ ഉറങ്ങിപ്പോയി. ഓക്കെ, ഓ ആയിക്കോട്ടെ. യെസ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നുകൂടി വരുന്നുണ്ട്. ശരി, താങ്ക് യു സോ മച്ച്. ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബബിത ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പാണ്. ചേച്ചി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ആള്. പിന്നെ നമ്മളോട് ഭയങ്കര നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ആ ചേച്ചിനോട് പറയുമായിരുന്നു കേട്ടോ, നമ്മളിങ്ങനെ മാറ്റി കാണിക്കാൻ പോവുകയാണ്, ഇനി കാലിക്കറ്റിലേക്കാണ് കാണിക്കാൻ പോകുന്നത്, അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് മാറ്റി കാണിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ബബിത ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു. എന്തോ ഒരു സങ്കടം. കാരണം ഇനിയിപ്പോ അങ്ങോട്ടേക്ക് അങ്ങനെ കാണിക്കാനോ അതിന് എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ളപ്പോഴൊക്കെ പോവും. പക്ഷെ എന്നാലും ഇനിയിപ്പോ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇനി മാറി ഇതായിട്ടല്ല, ഇനി പുതിയ സ്ഥലം എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. അതെ, ഡോക്ടർ പറഞ്ഞു അയ്യോ ഉറങ്ങിപ്പോയോ, ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും വരുമ്പോ കൊണ്ടുവന്നാൽ 2 കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വരണം. മാത്രല്ല ഡോക്ടർ പറഞ്ഞു ലൈക്ക് എന്തുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഒരു സമാധാനം, ടെൻഷൻ ഇല്ല. എന്ന് വെച്ചാൽ അടുത്ത ഒരു സ്ഥലത്ത് കാണിക്കുന്ന വരെ നമുക്ക് ടെൻഷൻ ഇല്ല, കാരണം ഡോക്ടർ ഉണ്ടാവും ഇവിടെ. അപ്പം അതുകൊണ്ട് പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് തന്നെ ആയിരിക്കും വരിക. അപ്പം ഇനിയിപ്പോൾ അടുത്തത് ഇനി മാറ്റി കാണിക്കണം. അപ്പം കോഴിക്കോടാണ് നോക്കുന്നത്. അപ്പം കോഴിക്കോട് ഒരു 4-5 ഹോസ്പിറ്റൽ നോക്കി വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ ആ വ്ളോഗ് പറഞ്ഞല്ലോ, ഏതെങ്കിലുമൊക്കെ ഞങ്ങളെ പരിചയമുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. എനിക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ എന്തായാലും ഇടും. ഏത് ഹോസ്പിറ്റൽ എങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലൊരു ഉപകാരം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.